ഡോക്ടർ യാസിർ ബിൻ ഹംസ അവർകളാണ്. നമ്മളുടെ ഒരു മുഴുദിന വൈജ്ഞാനിക പരിപാടിയാണ് ഈ സ്ലൈ സെൻ്റർ ഓഡിറ്റോറിയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. രാവിലെ 8:30 നമ്മളുടെ ദൗറ, ഇൽമിയായ ദൗറ തുടങ്ങിയത്. ഇൻഷാ അല്ലാഹ് അസറിന് ശേഷം തുടരുന്ന അടുത്ത സെഷൻ അത് മഗ്രിബ് വരെ ഉണ്ടായിരിക്കും. സുല്ലമുൽ ഉസൂൽ ഇല ഇൽമിൽ ഉസൂൽ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ ആസ്പദമാക്കിയിട്ടുള്ള ദൗറയാണ് രാവിലെ മുതൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാമ ഹാഫിദ് ഇബ്നു അഹ്മദ് അൽ ഹക്കമി എന്ന പണ്ഡിതൻ്റെ ഈ ഒരു പുസ്തകത്തെ ആസ്പദമാക്കിയിട്ടുള്ള ദൗറയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഒരു വ്യത്യസ്തമായ വിഷയം, വിശുദ്ധ ഖുർആൻ്റെ അവതരണം, ഇതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലാണ് ഷെയ്ഖ് യാസിർ ബിൻ ഹംസ ക്ലാസ് എടുക്കാൻ പോകുന്നത്. ഇത് കഴിഞ്ഞ് അസറിന് ശേഷമാണ് അടുത്ത സെഷൻ തുടരുന്നത് ഇൻഷാ അല്ലാഹ്. ഈ ഒരു സെഷനിലേക്ക് വൈജ്ഞാനിക വിജ്ഞാന വേദിയിൽ എല്ലാവരെയും ഹാദരമായി സ്വാഗതം ചെയ്യുന്നു. വിഷയം അവതരിപ്പിച്ച് സംസാരിക്കാനായി ഡോക്ടർ യാസിർ ബിൻ ഹംസ അവർകളെ സാദരം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതിങ്ങനെ കുറക്കാൻ പറ്റും. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما يا رب العالمين. اللهم إنا نسألك علما نافعا وعملا صالحا متقبلا ورزقا حلالا طيبا. സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, പ്രബോധകരെ, സഹോദരന്മാരെ, സഹോദരികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരാശിക്ക് ചെയ്ത ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലാഹുവിൻ്റെ വിശുദ്ധ വചനം അവതരിപ്പിക്കുകയും അത് ജനങ്ങൾക്ക് പഠിക്കുവാനും പാരായണം ചെയ്യുവാനും മനസ്സിലാക്കുവാനും വിധത്തിൽ എളുപ്പമാക്കുകയും ചെയ്തു. വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹു സുബ്ഹാനഹു വതആല വിശുദ്ധ ഖുർആൻ നമുക്ക് എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതിൻ്റെ ആശയം ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും അതനുസരിച്ച് നാം ചെയ്യേണ്ടത് എന്താണ്, നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്, ഖുർആൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുക, നമ്മുടെ ജീവിതത്തിൽ ഒരു പരിവർത്തനം ഉണ്ടാക്കുക. وَإِنَّكَ لَتُلَقَّى الْقُرْآنَ مِنْ لَدُنْ حَكِيمٍ عَلِيمٍ. വിശുദ്ധ ഖുർആൻ ആരിൽ നിന്നാണ് താങ്കൾക്ക് നൽകപ്പെട്ടത് എന്ന കാര്യം റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിസംബോധന ചെയ്തുകൊണ്ട് അള്ളാഹു പറയാണ്, നിശ്ചയമായും താങ്കൾക്ക് ഖുർആൻ ലഭിച്ചത് മിൻ ലദുൻ ഹകീമിൻ അലീം, അതായത് യുക്തിമാനായ ഹക്കീമായ അലീമായ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും കൃത്യമായ അറിവുള്ള അള്ളാഹുവിങ്കൽ നിന്നാണ് താങ്കൾക്ക് ഈ വിശുദ്ധ ഖുർആൻ ലഭിച്ചത്. وأنزل الله عليك الكتاب والحكمة وعلمك ما لم تكن تعلم وكان فضل الله عليك عظيما. وأنزل الله عليك الكتاب والحكمة, താങ്കളുടെ മേലെ അള്ളാഹു കിതാബും ഹിക്മത്തും അവതരിപ്പിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആനും അതേപോലെ വഹ്യായ സുന്നത്തും താങ്കൾക്ക് ഇറക്കി തന്നിരിക്കുന്നു. വഅല്ലമക മാ ലം തകുൻ തഅലം, താങ്കൾക്ക് മുമ്പൊന്നും ഇല്ലാത്ത വിജ്ഞാനം ഇൽമ് താങ്കൾക്ക് നാം നൽകി. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ, അല്ലാഹുവിൻ്റെ മഹത്തായ ഫദ്ല് താങ്കളുടെ മേലെ ധാരാളമുണ്ട്. വിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ മഹാ അനുഗ്രഹമാണ്. നമ്മൾ എങ്ങനെയാണ് ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്, എന്താണ് നമ്മുടെ ജീവിത ലക്ഷ്യം, എന്താണ് നമ്മുടെ ജീവിതരേഖ, നമ്മുടെ പ്രമാണം എന്താണ്, എങ്ങനെയാണ് നാം അള്ളാഹുവിനെ ആരാധിക്കേണ്ടത്, അങ്ങനെ നമ്മുടെ എല്ലാ ബാധ്യതകളും നമുക്ക് കൃത്യമായ രൂപത്തിൽ പഠിപ്പിച്ചു തരികയും മനസ്സിലാക്കി തരികയും ചെയ്യുന്ന അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം, വിശുദ്ധ ഖുർആൻ. وما كنت تتلو من قبله من كتاب ولا تخطه بيمينك, വിശുദ്ധ ഖുർആൻ അള്ളാഹു പറയാണ്. അതായത് ഖുർആനിൻ്റെ ഈ നിഅമത്ത് ഓർമ്മിപ്പിച്ചുകൊണ്ട് അള്ളാഹു പറയാണ്, وما كنت تتلو من قبله من كتاب, ഇതിനു മുമ്പ് താങ്കൾ ഒരു വേദഗ്രന്ഥവും പാരായണം ചെയ്തിട്ടില്ല. ولا تخطه بيمينك, താങ്കളുടെ വലത് കൈ കൊണ്ട് താങ്കൾ ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല, എഴുതിയിട്ടില്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ ഇതെല്ലാം അർത്താബൽ മുബ്തിലൂൻ, അതായത് വായിക്കാനും എഴുതാനും അറിയാവുന്ന ഒരു വ്യക്തിയായിരുന്നുവെങ്കിൽ താങ്കൾ എതിരാളികൾക്ക്, വിമർശകർക്ക് പറയാമായിരുന്നു താങ്കൾ മുമ്പുള്ള വേദങ്ങളിൽ നിന്ന് പഠിച്ചെടുത്തതാണ്. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മുഅ്ജിസാത്തുകളിൽ പെട്ടതാണ് വിശുദ്ധ ഖുർആൻ. ഉമ്മിയായ, നിരക്ഷരനായ, എഴുത്തും വായനയും അറിയാത്ത ഒരു പ്രവാചകനാണ് ഈ വിശുദ്ധ ഖുർആൻ അവതീർണമായത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ വിശുദ്ധ ഖുർആൻ നമ്മുടെ ലഖദ് അൻസൽനാ ഇലൈക്കും കിതാബൻ ഫീഹി ദിക്റുക്കും, നിങ്ങളുടെ ദിക്ർ ഉള്ള ഈ മഹത്തായ വേദഗ്രന്ഥം നിങ്ങൾക്കിതാ നാം അവതരിപ്പിച്ചിരിക്കുന്നു. നിങ്ങളുടെ അഭിമാനം, നിങ്ങളുടെ ഷറഫ്, നമ്മുടെ ഇസ്സത്ത് വിശുദ്ധ ഖുർആനാണ്. അപ്പോൾ ഈ ഒരു ഇസ്സത്തായ, നമ്മുടെ അഭിമാനമായ, നമുക്കുള്ള ഷറഫായ ഈ വിശുദ്ധ ഖുർആൻ നാം എത്രത്തോളം പഠനത്തിന് വിധേയമാക്കുന്നുണ്ട്. കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനം എന്ന് പറയുമ്പോൾ വേറെ ഒരു വർത്തമാനത്തിനും കലാമിനും സംസാരത്തിനും അതിൻ്റേതായ പ്രാധാന്യമില്ല. നോക്കൂ, നിങ്ങൾ അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് തന്നെ നമുക്ക് ഖുർആൻ കൊണ്ട് സത്യം ചെയ്യാം. അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ കൊണ്ടുമൊക്കെ സത്യം ചെയ്യാം. അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ സ്പർശിക്കണമെങ്കിൽ ബഹുഭൂരിപക്ഷം ഫുഖഹാക്കളും പഠിപ്പിക്കുന്നു വുദു വേണം, ശുദ്ധിയുള്ള ആളായിരിക്കണം ഖുർആൻ സ്പർശിക്കണമെങ്കിൽ. അത് തന്നെയാണ് അതിൻ്റെ സൂക്ഷ്മമായ രീതി. എന്തുകൊണ്ട്? വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ വചനമാണ്, പുണ്യവചനമാണ്. ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ഏതാനും ചില വിഷയങ്ങൾ ഖുർആനിൻ്റെ അവതരണവുമായി ബന്ധപ്പെട്ട് അതിലുള്ള വ്യത്യസ്ത ഇനങ്ങളും അതുമായി ബന്ധപ്പെട്ട അത്ഭുതങ്ങളുമൊക്കെ നാം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വിവരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും നമ്മുടെ സംസാരത്തിലും പ്രവർത്തനങ്ങളിലുമൊക്കെ ഇഖ്ലാസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ
ഖുർആൻ ഇറക്കി എന്ന് പറയുമ്പോൾ ഈ ഒരു അവതരണത്തിന് രണ്ട് രീതികളുണ്ട്. വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് അള്ളാഹു അവതരിപ്പിച്ചത്? ഈ ഒരു അവതരണത്തിന് പ്രധാനമായും രണ്ട് ഇനങ്ങളുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. ഖുർആൻ സംബന്ധമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ശാസ്ത്രത്തിനാണ് ഉലൂമുൽ ഖുർആൻ എന്ന് പറയുക. അതേപോലെ ഹദീസ് സംബന്ധമായ നിദാനശാസ്ത്രം, ഹദീസ് നിദാനശാസ്ത്രത്തെ സംബന്ധിച്ച് ഉലൂമുൽ ഹദീസ്, ഉസൂൽ ഹദീസ് എന്നും പറയും. ഇപ്പോൾ ഖുർആനിൻ്റെ അവതരണം, അതേപോലെ തന്നെ ഖുർആനിലുള്ള നാസിഖ് മൻസൂഖ്, മക്കി മദനി സൂറകൾ, അതേപോലെ ഖുർആൻ സംബന്ധമായ ധാരാളം വിഷയങ്ങൾ ഈ ഉലൂമുൽ ഖുർആൻ എന്ന തലക്കെട്ടിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അതേപോലെ ഹദീസ് നിദാനശാസ്ത്രം എന്ന് പറയുമ്പം ഹദീസ് സഹീഹാണോ ദഈഫാണോ എന്ന് എങ്ങനെ പരിശോധിക്കണം, അതിൻ്റെതായ മാനദണ്ഡങ്ങൾ, നിയമങ്ങൾ, എപ്പോഴാണ് ഒരു ഹദീസ് സഹീഹാകുക, സഹീഹായ ഹദീസിൻ്റെ നിബന്ധനകൾ. ദഈഫ് എന്ന് പറയുമ്പോൾ അതിൽ ദുർബലമായ ഹദീസുകളുടെ വ്യത്യസ്ത ഇനങ്ങൾ, ധാരാളം ഇനങ്ങളുണ്ട്, വ്യാജ ഹദീസുകൾ, ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉലൂമുൽ ഹദീസ് കൈകാര്യം ചെയ്യുന്നു. ഓരോ വിഷയത്തിലും നമ്മുടെ പണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. ഇതിന് അത്ഭുതം എന്ന് വെച്ചാൽ ഈ വിഷയത്തിലൊക്കെ പഠിതാക്കളും പണ്ഡിതന്മാരുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ഗ്രന്ഥങ്ങൾ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളാണ്. അത് ഇന്നും അച്ചടിക്കപ്പെട്ടു. വിദ്യാർത്ഥികളും മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇത് നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന് പറയുമ്പോൾ ഈ വിശുദ്ധ ഖുർആനായ ദിക്റിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു. ഈ ദിക്ർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വിശാലമായ അർത്ഥം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ ഇമാം ഇബ്നുൽ ഖയ്യിം പോലെയുള്ള പണ്ഡിതന്മാരൊക്കെ പറയുന്നുണ്ട്, ദിക്റിൽ വിശുദ്ധ ഖുർആനും ഹദീസും ഉൾപ്പെട്ടു. അപ്പം അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ അതിലൂടെ സംരക്ഷിക്കപ്പെട്ടു. അപ്പോൾ നോക്കൂ നിങ്ങൾ, മഹാനായ ഇമാം ഇബ്നു ജരീർ തബരി റഹ്മഹുല്ലാഹ് തഫ്സീർ ഗ്രന്ഥങ്ങളിൽ ഏറ്റവും മഹാധികാരികമായ തഫ്സീർ ഗ്രന്ഥം അജല്ലു തഫാസീരി വ അഅ്ളമുഹാ ഖദ്റൻ, ഇമാം തബരിയുടെ തഫ്സീർ 1100 വർഷങ്ങൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണ്. അത് പൂർണ്ണമായും ഇപ്പോൾ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. അതേപോലെ സഹീഹുൽ ബുഖാരി, സഹീഹ് മുസ്ലിം പോലെയുള്ള ഹദീസ് ഗ്രന്ഥങ്ങളുടെ വിശദീകരണങ്ങൾ, എത്രയോ വാല്യങ്ങൾ ഇപ്പോഴും അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഇപ്പോഴും പണ്ഡിതന്മാരൊക്കെ ഉപയോഗപ്പെടുത്തുന്നു. അപ്പോൾ നമ്മൾ വിശുദ്ധ ഖുർആന് യാതൊരു മാറ്റവുമില്ലാതെ നിലനിൽക്കുന്നെന്ന് പറയുമ്പം അത് വിശുദ്ധ ഖുർആനാണ്, അള്ളാഹുവിൻ്റെ വചനമാണ്, അത് നമുക്ക് അത്ഭുതപ്പെടേണ്ടതില്ല. പക്ഷെ അത്ഭുതം എവിടെയാണ്? വിശുദ്ധ ഖുർആനിനെയും സുന്നത്തിനെയും സേവനങ്ങൾ അർപ്പിച്ച പണ്ഡിതന്മാരുടെ ഗ്രന്ഥങ്ങളും അതേപോലെ അന്ന് നൂറ്റാണ്ടുകൾക്കും പണ്ഡിതന്മാർ എങ്ങനെയാണ് എഴുതിയത്, ആ എഴുതിയതുപോലെ ഇന്നും അവശേഷിക്കും. പിന്നീട് വിശുദ്ധ ഖുർആൻ സംബന്ധിച്ചോ സഹീഹുൽ ബുഖാരി പോലെ ഗ്രന്ഥം സംബന്ധിച്ചോ ഒന്നും നമുക്ക് കൂടുതൽ അന്വേഷിക്കേണ്ട പരതേണ്ട ആവശ്യമില്ല. വിശുദ്ധ ഖുർആനിൻ്റെ അവതരണം കാര്യമായി രണ്ട് രീതിയിലാണ്. ഒന്ന്, പണ്ഡിതന്മാർ പറയുന്നു, അതായത് ഒന്നാം ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ പൂർണ്ണമായും അവതരിപ്പിച്ചു. കാരണം വിശുദ്ധ ഖുർആൻ തീർച്ചയായിട്ടും അല്ലാഹു ലൗഹുൽ മഹ്ഫൂദിൽ പൂർണ്ണമായും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ വിധി തീരുമാനങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയൊക്കെ സൃഷ്ടിക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് അല്ലാഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നഹു ലഖുർആനുൻ കരീം ഫീ കിതാബിൻ മക്നൂൻ. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല കിതാബിൽ പൂർണ്ണമായും സൂക്ഷിച്ചിട്ടുണ്ട്. ഒന്നാം ആകാശത്തേക്ക് ബൈത്തുൽ ഇസ്സയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായും ഇറക്കിയ വിശുദ്ധ ഖുർആൻ, അതിനെ സംബന്ധിച്ചാണ് ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദ്ർ. ഇന്നാ അൻസൽനാഹു ഫി ലൈലത്തിൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്റിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ഇറക്കിയത്, അവതരിപ്പിച്ചത്. എന്നാൽ രണ്ടാമത്തെ ഘട്ടം എന്താണ്? രണ്ടാമത്തെ അവതരണത്തിൻ്റെ രീതി എന്ന് വെച്ചാൽ
വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല 23 വർഷങ്ങൾക്കുള്ളിൽ, നുബുവത്തിൻ്റെ 23 വർഷങ്ങൾക്കുള്ളിൽ ഘട്ടം ഘട്ടമായി മുഫറഖായി അള്ളാഹു അവതരിപ്പിച്ച രീതിയാണ്. ഇതിനാണ് നുസൂലുൽ ഖുർആനി മുഫറഖൻ അല്ലെങ്കിൽ മുനജ്ജമൻ എന്നൊക്കെ പറയാം. ഇത് യഥാർത്ഥത്തിൽ സഹീഹായ ആസാറുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പോലുള്ള സഹാബികളിൽ നിന്ന് സ്ഥിരപ്പെട്ട് വന്നിട്ടുണ്ട്. അൽ ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി പറഞ്ഞു, ഹുവ സഹീഹുൽ മുഅ്തമദ്, ഇതാണ് അവലംബനീയമായ പ്രബലമായ അഭിപ്രായം. അപ്പോൾ ഇതിന് പല റിവായത്തുകളും സഹീഹായി വന്നിട്ടുണ്ട്. അവയിൽ ശ്രദ്ധേയമായ അറിയപ്പെട്ട ഒരു റിവായത്താണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറഞ്ഞത്, ഉൻസിലൽ ഖുർആനു ജുംലതൻ വാഹിദ ഇല സമാഇ ദുനിയാ ഫി ലൈലത്തുൽ ഖദ്ർ. ഇമാം ബൈഹഖിയും ഹാക്കിമും ഒക്കെ റിപ്പോർട്ട് ചെയ്ത അസറാണിത്. എന്താ പറഞ്ഞത്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉൻസിലൽ ഖുർആനു ജുംലതൻ വാഹിദ ഇല സമാഇ ദുനിയാ, ഒന്നാം ആകാശത്തേക്ക് ഒറ്റ പ്രാവശ്യം ഒരുമിച്ച് തന്നെ ലൈലത്തുൽ ഖദ്റിൽ അല്ലാഹു ശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു. ثم أنزل بعد ذلك في 20 سنة, പിന്നീട് 20 വർഷങ്ങൾക്കുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഘട്ടം ഘട്ടമായി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ സാഹചര്യങ്ങളനുസരിച്ച് സന്ദർഭങ്ങളനുസരിച്ച് അവതരിപ്പിച്ചു. അതിനുള്ള തെളിവെന്താണ്? വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസി അലാ മുക്സ്. വഖുർആനൻ ഫറഖ്നാഹു, എന്താ ഫറഖ്നാഹു എന്ന് പറഞ്ഞാൽ ഘട്ടം ഘട്ടമായി, അതായത് ഭാഗികമായി ഭാഗം ഭാഗമായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചു. വഖുർആനൻ ഫറഖ്നാഹു, എന്തുകൊണ്ട്? ലിതഖറഅഹു അലന്നാസി അലാ മുക്സ്, സാവകാശത്തിൽ താങ്കൾ ജനങ്ങൾക്ക് ഖുർആൻ പാരായണം ചെയ്തു കൊടുക്കുവാൻ വേണ്ടി. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഈ ദുനിയാവിലേക്ക് അവതരിക്കപ്പെട്ടാൽ തീർച്ചയായിട്ടും ആ സാവകാശമനുസരിച്ച് ജനങ്ങൾക്ക് ഓരോ കാര്യവും പറഞ്ഞു കൊടുക്കുവാനോ പിന്നെ ഓരോ സന്ദർഭമനുസരിച്ച് ഖുർആനിക ആയത്തിൽ ഇറങ്ങുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കാനും മനസ്സിലാക്കുവാനും അതിൻ്റെ അവതരണ പശ്ചാത്തലമൊക്കെ ഗ്രഹിക്കാനും ഒക്കെ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള റിവായത്തുകളൊക്കെ സഹീഹാണെന്ന് പല പണ്ഡിതന്മാരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണമായി ഇമാം സുയൂത്തിയുടെ വളരെ പ്രസിദ്ധമായ ഉലൂമുൽ ഖുർആനിലെ ഗ്രന്ഥമാണ് അൽ ഇത്ഖാൻ ഫി ഉലൂമിൽ ഖുർആൻ. അപ്പോൾ ഒരു ചോദ്യം വരും, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ സഹാബിയാണല്ലോ, സഹാബിയാണ് ഇങ്ങനൊരു കാര്യം പറഞ്ഞത്, ഖുർആനിന് ഇങ്ങനെ 2 അവതരണമുണ്ട്, ഒന്ന് ഒരുമിച്ചുള്ള അവതരണവും രണ്ടാമത്തെ അവതരണം ഘട്ടം ഘട്ടമായുള്ള അവതരണവും. അപ്പോൾ ഇതിന് ഹദീസ് നിദാശാസ്ത്രപ്രകാരം എന്താ വിളിക്കുക? മൗഖൂഫായ ഹദീസാണ്. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വചനമല്ല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ വചനമാണ്. അപ്പോൾ ഇത് പ്രമാണമായി സ്വീകരിക്കാൻ പറ്റുമോ? ഉസൂലുൽ ഹദീസ് നിദാശാസ്ത്രപ്രകാരം എന്താ അതിന് പറയാം? മൗഖൂഫ്. ഇവിടെയാണ് നമുക്ക് പഠിക്കാനുള്ള ഒരു നിയമം. എന്താണ്? ഒരു സഹാബി ഗൈബിയായ മറഞ്ഞ കാര്യങ്ങൾ സംബന്ധിച്ച് ഗവേഷണത്തിന് വകുപ്പില്ലാത്ത മേഖലയല്ലാത്ത വിഷയങ്ങളിൽ ഇബ്നു അബ്ബാസ് പോലെയുള്ള സഹാബികൾ ഒരു കാര്യം പറഞ്ഞാൽ അതിന് മർഫൂഇൻ്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വചനത്തിൻ്റെ ആ ഒരു ഗൗരവം, ആ ഒരു വിധിയാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പം ഇജ്തിഹാദിനും ഗവേഷണത്തിനും വകയില്ലാത്ത വിഷയങ്ങളിൽ ഒരു സഹാബി ഒരു കാര്യം പറഞ്ഞാൽ അതിൻ്റെ ഹുക്മെന്താണ്? മർഫൂആയ ഹദീസിൻ്റെ ഹുക്മാണെന്ന് പണ്ഡിതന്മാർ പൊതുവെ ഹദീസ് നിദാശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു പ്രമാണമായി പണ്ഡിതന്മാർ സ്വീകരിക്കുകയും ചെയ്തു. മാത്രമല്ല വിശുദ്ധ ഖുർആനിക ആയത്തുകളിലും ഇത് കാണാൻ സാധിക്കും. ഒരു സ്ഥലത്ത് നമുക്ക് കാണാൻ പറ്റും, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസത്തിലാണ് അല്ലാഹു വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. വേറെ സ്ഥലത്ത് എന്താണ്? വഖുർആനൻ ഫറഖ്നാഹു ലിതഖറഅഹു അലന്നാസ്.
പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് നമ്മുടെ ഒന്നാം പ്രമാണമായത്? കാരണം അള്ളാഹുവിൻ്റെ വിശുദ്ധ വചനമായതുകൊണ്ട്. ഈ വിശുദ്ധ വചനം ജിബ്രീൽ അലൈഹിസ്സലാം അള്ളാഹുവിൽ നിന്ന് കേൾക്കുന്നു. കേട്ട ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിച്ചു കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ വിശ്വാസം. അതല്ലാതെ ജിബ്രീൽ അലൈഹിസ്സലാം ഏതെങ്കിലും ഒരു അള്ളാഹു അല്ലാത്ത വേറെ ഏതെങ്കിലും ഒരു സൃഷ്ടിയിൽ നിന്നോ അല്ലെങ്കിൽ രേഖയിൽ നിന്നോ എഴുതിയെടുത്ത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശൈലിയിൽ പറഞ്ഞു കൊടുക്കുകയല്ല ചെയ്തത്. അങ്ങനെ പറഞ്ഞ വിഭാഗങ്ങളുണ്ട്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, ഫമൻ ഖാല ഇന്നഹു മുനസ്സലുൻ മിൻ ബഅദിൽ മഖ്ലൂഖാതി കല്ലൗഹി വൽ ഹവാഇ ഫഹുവ മുഫ്തരിൻ അലല്ലാഹ്. എന്താ ഇതിൻ്റെ അർത്ഥം? അതായത് ചില സൃഷ്ടികളിൽ നിന്നാണ് അവതീർണമായത്. ഇതുപോലെ വിശുദ്ധ ഖുർആന് അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദ് മാത്രം അവലംബിച്ചുകൊണ്ട് ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ ഇറക്കിയതാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഉദ്ദേശം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം നേർക്ക് നേരെ ആരിൽ നിന്ന് കേട്ടിട്ടില്ല? അള്ളാഹുവിങ്കിൽ നിന്ന് കേട്ടിട്ടില്ല എന്നാണ്. അപ്പോൾ ഇവിടെ വേറെ വിഷയം വരുന്നുണ്ട്. കാരണം ലൗഹുൽ മഹ്ഫൂദിൽ അള്ളാഹു ഖുർആൻ അല്ലാത്തതും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഖാദീറുൽ ഖലായിഖ്, എല്ലാ സൃഷ്ടികളുടെയും മഖാദീറും കാര്യങ്ങളും ഒക്കെ വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ വഇൻദഹു ഉമ്മുൽ കിതാബ്. അപ്പോൾ ലൗഹുൽ മഹ്ഫൂദിൽ എല്ലാം ഉണ്ട്, അള്ളാഹു എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വല്ലവനും വാദിക്കുകയാണെങ്കിൽ മുകദ്ദിബുൻ ലികിതാബില്ലാഹ്, അവൻ ഖുർആനെ തന്നെയാണ് കളവാക്കുന്നത്. കാരണം എന്താണ്? ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതാണ് തൻസീലുൽ കിതാബി മിനല്ലാഹിൽ അസീസിൽ ഹകീം. അതായത് പ്രതാപശാലിയായ യുക്തിമാനായ ഹക്കീമായ അള്ളാഹുവിങ്കൽ നിന്നുള്ള അവതീർണമാണ്. ഏത്? വിശുദ്ധ ഖുർആൻ. ഖുൽ നസ്സലഹു റൂഹുൽ ഖുദുസി. ഉണ്ടോ? ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയാണ്. ആരിൽ നിന്ന്? മിൻ റബ്ബിക ബിൽ ഹഖ്, താങ്കളുടെ നാഥനായ റബ്ബിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം ഇറക്കിയതാണെന്ന്. അപ്പോൾ റബ്ബിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം കേൾക്കുകയും അങ്ങനെ നമ്മുടെ നബിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്ക് അവതരിപ്പിക്കുകയും ചെയ്തു. പിന്നെ മാത്രമല്ല ജിബ്രീൽ അലൈഹിസ്സലാം ഇബാറത്ത് ജിബ്രീൽ അലൈഹിസ്സലാം ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് ഖുർആന് മനസ്സിലാക്കുകയും അങ്ങനെ മുഹമ്മദ് നബി വസല്ലം എത്തിച്ചു കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഉദ്ദേശം? അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതായത് ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വചനങ്ങളായി മാറി, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ കലാമായി മാറി. ആശയം അള്ളാഹു തനിക്കെന്ന് പറഞ്ഞാൽ തന്നെ വചനം ആരുടേതായി? ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ വചനമായി മാറി. ഇവിടേക്ക് ധാരാളം അപ്പോൾ അതിശക്തനായ മലക്കായ ജിബ്രീൽ അലൈഹിസ്സലാം പഠിപ്പിച്ചു കൊടുത്തു. ജിബ്രീൽ അലൈഹിസ്സലാം വിശുദ്ധ ഖുർആൻ പഠിച്ചതും കേട്ടതും അള്ളാഹുവിങ്കിൽ നിന്ന്. അതുകൊണ്ടാണല്ലോ അമീനുൽ വഹി എന്ന പേരാണ് ആർക്കുള്ളത്? ജിബ്രീൽ അലൈഹിസ്സലാമിനുള്ളത്.
ഇപ്പോൾ വഹീൻ്റെ ശരിക്കും സൂക്ഷിപ്പുകാരൻ, ആ വിഷയത്തിൽ ഇതാണ് വിശ്വാസയോഗ്യനായ സത്യസന്ധനായ മലക്കാണ് ജിബ്രീൽ അലൈഹിസ്സലാം. അതേപോലെ ഖുർആനിൻ്റെ അവതരണം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേറൊരു രീതിയാണ് വ്യത്യസ്ത ഖുർആൻ പാരായണങ്ങളിലൂടെയാണ് വിശുദ്ധ ഖുർആൻ അവതരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നമ്മൾ പാരായണം ചെയ്യുന്ന ഒരു റിവായത്ത് പ്രകാരം മാത്രമല്ല. ഒരിക്കൽ ഹിഷാം ബിൻ ഹക്കീം അതേപോലെ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുമ തമ്മിൽ തർക്കമുണ്ടായി. ഹിഷാം ബിൻ ഹക്കീം റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തു നമസ്കാരത്തിൽ. സൂറത്തുൽ ഫുർഖാനാണ് പാരായണം ചെയ്തത്, മക്കി സൂറത്താണ്. പല വ്യത്യാസങ്ങളും കണ്ടു. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് പഠിപ്പിച്ചു തന്ന ഖുർആൻ പാരായണ രീതിയല്ല താങ്കൾ ഓതിയത്. അതുകൊണ്ട് റസൂലിലേക്ക് പരാതിപ്പെടണം, താങ്കൾ ഞാൻ കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇരുപേരും റസൂലുള്ളാഹിൻ്റെ അടുക്കിലേക്ക് എത്തി. വിഷയം അവതരിപ്പിച്ചു. രണ്ടുപേരോടും ഖുർആൻ പാരായണം ചെയ്യാൻ ആവശ്യപ്പെട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹദീസ് സഹീഹുൽ ബുഖാരി. ഓരോ സഹാബിയും പാരായണം ചെയ്തപ്പോൾ ഹാകദാ ഉൻസില അലൈ, ഇപ്രകാരമാണ് എനിക്ക് ഖുർആൻ അവതീർണമായത്. അങ്ങനെയാണ് ആ ഒരു തർക്കം അവസാനിപ്പിക്കുവാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞു, ഇന്ന ഹാദൽ ഖുർആന ഉൻസില അലാ സബ്അതി അഹ്റഫ്, ഈ വിശുദ്ധ ഖുർആൻ നിശ്ചയമായും 7 വ്യത്യസ്ത രീതികളിലൂടെയാണ് എനിക്ക് അവതീർണമായത്. ഈ 7 വ്യത്യാസങ്ങൾ, 7 ഹർഫുകൾ സഹാബികൾ എങ്ങനെയാണ് പഠിച്ചത്, അപ്രകാരം തന്നെ ശേഷമുള്ള ശിഷ്യന്മാർക്ക്, താബിഈങ്ങൾക്ക്, അത്ബാഉ താബിഈങ്ങൾക്ക്, അങ്ങനെ മുസ്ലിം ഉമ്മത്ത് നൂറ്റാണ്ടുകളായി കാത്തു സൂക്ഷിക്കുന്ന ഖുർആൻ പാരായണങ്ങൾ ഇന്നും അങ്ങനെ തന്നെ അവശേഷിക്കുന്നു. അതിൽ ചില ഖുർആൻ പാരായണങ്ങളാകട്ടെ, ചില ആയത്തുകളൊക്കെ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം മൻസൂഖാക്കപ്പെട്ടിട്ടുണ്ട്, നസ്ഖ് ഉയർത്തപ്പെട്ടിട്ടുണ്ട്. എന്നല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച എല്ലാ ഖുർആൻ പാരായണ രീതികളും ഇന്നും അവശേഷിക്കുന്നുണ്ട്, മൻസൂഖാക്കപ്പെട്ടതൊഴികെ. അപ്പോൾ ഇതിനാണ് അൽ അഹ്റുഫു സബ്അ എന്ന് പറയുക. 7 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ 7 വ്യത്യസ്ത രീതികളിലൂടെയാണ്. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹു പാരായണം ചെയ്തതും അതേപോലെ ഹിഷാം ബിൻ ഹക്കീം പാരായണം ചെയ്തതും രണ്ടും ശരിയാണ്, രണ്ടും വഹ്യാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വിഷയം നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് പല ആൾക്കാർക്കും അറിയില്ല. ആ ഒരു അറിവില്ലായ്മയെ ചൂഷണം ചെയ്തുകൊണ്ട് ക്രിസ്ത്യൻ മിഷണറിമാർ, യുക്തിവാദികളുമൊക്കെ ശരിക്കും ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങളല്ലേ പറഞ്ഞത് ഞങ്ങളെ കിതാബിൽ പുള്ളി വ്യത്യാസമില്ലാതെ ഇന്നും അവശേഷിക്കുന്നു, ഇപ്പോഴിതാ ഹഫ്സിൻ്റെ വേർഷൻ, വർഷിൻ്റെ വേർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് വ്യത്യസ്ത മുസ്ഹഫുകൾ. യഥാർത്ഥത്തിൽ എന്താണ്? ഇവരുടെ വിവരക്കേടാണത്. ഈ പറഞ്ഞ ഖിറാഅത്തുകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പരകൾ ഇന്നും അവശേഷിക്കുന്നു. അതായത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും പ്രത്യേകത എന്താണ്? നമ്മുടെ ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണത്. ഈ ഉമ്മത്തിനെ പണ്ഡിതന്മാർ വിളിച്ചത് എങ്ങനെയാണ്? ഉമ്മത്തുൽ ഇസ്നാദ്, ഇസ്നാദിൻ്റെ ഉമ്മത്താണ്. അതായത് നമ്മുടെ കൈവശമുള്ള
അതായത് നമ്മൾ പാരായണം ചെയ്യുന്ന ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ് നമ്മൾ ബഹുഭൂരിപക്ഷം മുസ്ലിമീങ്ങളും ഇപ്പോൾ പാരായണം ചെയ്യുന്നത്. കാരണം ഏറ്റവും എളുപ്പമുള്ള റിവായത്ത് ആയതുകൊണ്ടാണ്. അതിൻ്റെ കാരണം വേറെ കാരണമൊന്നുമില്ല. ഇപ്പോൾ ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് യഥാർത്ഥത്തിൽ ഹഫ്സിൻ്റെ ഉസ്താദ് ആരാണ്? ഇമാം ആസിമാണ്. അത്ബാഉ താബിഈങ്ങൾക്ക് ശേഷമുള്ള തലമുറക്ക് എന്ത് പറയും? അത്ബാഉ താബിഈൻ. അവരിൽപ്പെട്ട പണ്ഡിതനാണ് ഇമാം ഹഫ്സ്, കൂഫക്കാരനായ ഇമാം ഹഫ്സ്. ഖിറാഅത്തിൽ അഗ്രഗണ്യനായ വലിയ അവഗാഹം നേടിയ പണ്ഡിതനായിരുന്നു ഇമാം ഹഫ്സ്. ഇമാം ഹഫ്സിൻ്റെ ഉസ്താദ് ആരാണ്? ആസിം അൽ കൂഫി, കൂഫക്കാരനായ ഇമാം ആസിം വലിയ മഹാനായിരുന്നു, പണ്ഡിതനായിരുന്നു. ഖിറാഅത്തിൻ്റെ വിഷയത്തിൽ കൂഫയിൽ അറിയപ്പെട്ട ഇമാമായിരുന്നു. ഇമാം ആസിമിൻ്റെ ഉസ്താദ് ആരാണ്? അബൂ അബ്ദുറഹ്മാൻ ഇസ്സുലമി, താബിഈ പണ്ഡിതനായ, അതായത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അതേപോലെ തന്നെ അബ്ദുല്ലാഹി മസ്ഊദ്, അലി ഇബ്നു അബി താലിബ്, സയ്യിദ് ഇബ്നു സാബിത്ത് പോലെയുള്ള സഹാബികളിൽ നിന്ന് നേർക്ക് നേരെ ഖുർആൻ പാരായണം പഠിച്ചെടുത്ത വളരെ പ്രസിദ്ധനായ പണ്ഡിതനാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി. പ്രത്യേകിച്ച് ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ 40 വർഷം കൂഫയിലെ ജുമുഅത്ത് പള്ളിയിൽ ഖിറാഅത്ത് പാരായണം, ഖുർആൻ പാരായണം പഠിപ്പിച്ച പണ്ഡിതനാണ് അബൂ അബ്ദുറഹ്മാൻ അസ്സുലമി. ഇങ്ങനെ ഈ പറഞ്ഞ 4 സഹാബികളിൽ നിന്നും അദ്ദേഹം പഠിച്ചെടുത്തു. ഇത്രയും സംശുദ്ധമായ വളരെ കൃത്യമായ പരമ്പരയുള്ള പാരായണമാണ് മുസ്ലിമുകൾ ഇന്നും ഉപയോഗപ്പെടുത്തുന്നത്. അതിപ്പോൾ ഇനി വർഷിൻ്റെ റിവായത്താകട്ടെ, അല്ലെങ്കിൽ ഇമാം ഹംസയുടെ ഖിറാഅത്താകട്ടെ, ഏത് ഖിറാഅത്ത് എടുത്താലും അതിനൊക്കെ കൃത്യമായ പരമ്പരകളുണ്ട്. ഈ പരമ്പരകൾ ആരെ രേഖപ്പെടുത്തിയത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ പണ്ഡിതന്മാരുടെ ഖിറാഅത്തിലെ ഗ്രന്ഥങ്ങളിൽ ഇന്നും പരമ്പരകൾ അവശേഷിക്കുന്നു. ഒരു ഉദാഹരണമായിട്ട് ഇമാം അബൂ അംർ അദ്ദാനി എന്ന് പറഞ്ഞ അന്തലുസിയായ, ഇപ്പോഴത്തെ സ്പെയിൻകാരനായ അന്തലുസിയായ വലിയ ഇമാമായിരുന്നു അബൂ അംർ അദ്ദാനി. അദ്ദേഹം മരണപ്പെട്ടത് ഹിജ്റ 444. എത്ര വർഷങ്ങൾക്ക് മുമ്പ്? കൃത്യമായി 1000 വർഷങ്ങൾക്ക് മുമ്പ്. 1000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ തൈസീർ ഫിൽ ഖിറാഅത്ത് സബ്അ എന്ന ഗ്രന്ഥം ഇന്നും അവശേഷിക്കുന്നു. ഈ പറഞ്ഞ 7 ഇമാമിയങ്ങളുടെയും പരമ്പരകൾ പൂർണ്ണമായും അദ്ദേഹം രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. ഈ ഗ്രന്ഥത്തിന് തന്നെ ധാരാളം കയ്യെഴുത്ത് പതിപ്പുകൾ ഇന്നും അവശേഷിക്കുന്നു. ഇതൊരു അത്ഭുതമാണ് യഥാർത്ഥത്തിൽ. ശുദ്ധ ഖുർആനിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ശുദ്ധ ഖുർആനെ സംബന്ധിച്ച് ആർക്കും കളവാക്കാൻ പറ്റില്ല. കാരണം അത് സംഘമായി കൂട്ടമായി പ്രഗത്ഭരായ ലോകപ്രസിദ്ധരായ പണ്ഡിതന്മാരിലൂടെ എത്തിപ്പെട്ടതാണ്. നമുക്കറിയാം, അതായത് മുസ്ലിങ്ങൾക്കിടയിൽ പല വിഷയങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, പ്രത്യേകിച്ച് കർമ്മശാസ്ത്ര വിഷയങ്ങളിൽ. എന്നാൽ ഖുർആൻ പാരായണ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളില്ല. എല്ലാവരും അംഗീകരിക്കുന്ന ഖിറാഅത്തുകളാണ് ഇവയൊക്കെ. അപ്പോൾ ഈ ഖിറാഅത്തുകൾ ഉൾക്കൊള്ളുന്നതാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ അദ്ദേഹം കാലഘട്ടത്തിൽ എഴുതപ്പെട്ട ക്രോഡീകരിക്കപ്പെട്ട മുസ്ഹഫുകൾ. ഈ ഖിറാഅത്തുകളൊക്കെ ഉൾക്കൊള്ളുന്നു. ഇൻഷാ അല്ലാഹ് ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കാര്യം കൂടുതൽ വ്യക്തമാക്കാൻ പറ്റും. അതായത് എന്താണ് ഈ ഖുർആൻ പാരായണ വ്യത്യാസങ്ങൾ. ചില ആയത്തുകൾ പാരായണം ചെയ്ത് നമുക്ക് കേട്ടുകഴിഞ്ഞാൽ ചില വ്യത്യാസങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സൂറത്തുൽ ഫാത്തിഹയിലെ ഏതാനും ചില ആയത്തുകൾ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മലികി യൗമിദ്ദീൻ. അർറഹ്മാനിർ റഹീം. മലികി യൗമിദ്ദീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇവിടെ നിങ്ങൾ കേട്ടത് ചില വ്യത്യാസങ്ങളാണ്. മാലിക് യൗമിദ്ദീൻ, മലിക് യൗമിദ്ദീൻ. അതായത് പ്രതിഫല ദിനത്തിൻ്റെ രാജാവ്, പ്രതിഫല ദിനത്തിൻ്റെ ഉടമസ്ഥൻ. രണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പാരായണങ്ങളാണ്. ഇതെങ്ങനെ മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പരകളുടെ അടിസ്ഥാനത്തിൽ ഇമാം ആസിമിൻ്റെയും
കിസായിയുടെയും പാരായണമാണ് മാലിക്. മറ്റുള്ള ഖുർആൻ പാരായണത്തിന് ഇമാമിങ്ങളുടെ ഖിറാഅത്ത് പ്രകാരം മലിക് യൗമിദ്ദീൻ. അപ്പോൾ ഈ ഓരോ ഇമാമിലേക്കും ചേർത്ത് എന്തിനാണ്? ഈ പഠനത്തിന് വേണ്ടിയാണ്. അതല്ലാതെ അവർ നിർമ്മിച്ചുണ്ടാക്കിയ പാരായണ രീതി എന്ന നിലക്കല്ല. സൂറത്തുൽ ബഖറയിലെ ഒരു ആയത്ത്, ഇന്നല്ലദീന കഫറൂ സവാഉൻ അലൈഹിം അൻദർതഹും അം ലം തുൻദിർഹും ലാ യുഅ്മിനൂൻ. ഇവിടെ എന്താ വ്യത്യാസം കണ്ടത്? സവാഉൻ അലൈഹിം, അതായത് അലൈഹിം സാക്കിനായ ഈ ബഹുവചനത്തിൻ്റെ മീമായ സാക്കിനായ മീമിന് ശേഷം ഹംസ വന്നു കഴിഞ്ഞാൽ അവിടെ ദീർഘിക്കണമെന്നാണ് ഇമാം ഖാലൂനിൻ്റെ റിവായത്ത് പ്രകാരം. അതേപോലെ തന്നെ അഅൻദർതഹും വായിക്കുകയാണെങ്കിൽ ഈ രണ്ട് ഹംസിനിടയിലും അലിഫ് വരുത്തണം. അഅൻദർതഹും. അപ്പോൾ എന്ത് മനസ്സിലായി? ഈ ഖുർആൻ പാരായണങ്ങളിൽ ഉച്ചാരണത്തിൽ വ്യത്യാസവും അർത്ഥത്തെ ബാധിക്കാത്തതുണ്ട്. ഉച്ചാരണ വ്യത്യാസത്തോടൊപ്പം തന്നെ അർത്ഥ വൈവിധ്യങ്ങളുള്ള ഖിറാഅത്തുകളുമുണ്ട്. അതിന് ഉദാഹരണമാണ് മാലിക്, മലിക്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമല്ല. അതെന്താണ്? വൈവിധ്യമാണ്. ഇഖ്തിലാഫ് തനവ്വുഅാണ്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത് വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹി ലവജദു ഫീഹി ഇഖ്തിലാഫൻ കസീറ. ഈ വിശുദ്ധ ഖുർആനിൽ എങ്ങാനും അല്ലാഹുവിങ്കിൽ നിന്ന് അല്ലായിരുന്നുവെങ്കിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ അവർക്ക് കണ്ടെത്താൻ സാധിച്ചു. എന്നാൽ ഈ വൈവിധ്യമായ വ്യത്യാസങ്ങൾ ഖുർആനിൻ്റെ അർത്ഥത്തെ ശരിക്ക് അർത്ഥവ്യാപ്തി നൽകുന്നു, അർത്ഥത്തെ പോഷിപ്പിക്കുന്നു. അതേപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ചില ചെറിയ സൂറത്തുകൾ. ഇപ്പോൾ സൂറത്തുൽ ഹുമസ ഇമാം കിസായിയുടെ ഖിറാഅത്ത് പ്രകാരം ഓതുകയാണെങ്കിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വൈലുൽ ലികുല്ലി ഹുമസത്തിൻ ലുമസിഹ് അല്ലദീ ജമ്മഅ മാലൻ വഅദ്ദദഹ് യഹ്സിബു അന്ന മാലഹു അഖ്ലദഹ്. ഇവിടെ നിങ്ങൾ കേട്ടത് ഇമാം കിസായിയുടെ ഖിറാഅത്ത് പ്രകാരം, അതായത് തഅനീഫിൻ്റെ ഹാ ഉള്ള വാക്കിൻ്റെ അവസാനം നിർത്തുകയാണെങ്കിൽ ചരിച്ചു നിർത്തണം. ഹുമസെ. അപ്പോൾ യഹ്സബു എന്ന വാക്ക് വായിക്കുമ്പോൾ സീൻ എന്ത് കൊടുക്കണം? കസ്ർ കൊടുക്കണം. അതായത് ഇമാം ആസിമിൻ്റെയും ഹംസയുടെയും ഇബ്നു ആമിറിൻ്റെയും ഖിറാഅത്ത് പ്രകാരം യഹ്സബു എന്നാണ്, യഹ്സിബു. അപ്പോൾ ചോദിക്കും, ഇങ്ങനെ ഈ ഹറക്കത്ത് മാറുമ്പോൾ അത് പ്രശ്നമല്ലേ, ഭാഷാ നിയമത്തിനെതിരല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എന്താണ്? അറബി ഭാഷയിൽ ഈ രണ്ട് രീതികളും പറ്റും. അതെങ്ങനെ മനസ്സിലാക്കി പഠിക്കുക? ഭാഷാ നിഘണ്ടുകളിലേക്ക് പോകണം. ഭാഷാ നിഘണ്ടുകളിൽ ഉദാഹരണമായിട്ട് ഇമാം സബീദിയുടെ ഭാഷാ നിഘണ്ടുവാണ് താജുൽ അറൂസ് മിൻ ജവാഹിറുൽ ഖാമൂസ്. എത്ര വാളി അറിയുന്നത്? 40 വാളി. അറബി ഭാഷ നിഘണ്ടു ഡിക്ഷണറിക്ക് നമുക്ക് സാധാരണ പരിചയമുള്ള എന്താണ്? പോക്കറ്റ് ഡിക്ഷണറി. പക്ഷെ ഇത് 40 വലിയ തടിച്ച വാള്യങ്ങളുള്ള വിശാലമായ നിഘണ്ടു. അതൊരു സാഗരമാണ്, ഒരു എന്താ പറയുക, ഒരു ബഹറാണത്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ പറയും. ഇതൊരു ഉദാഹരണം പറഞ്ഞു കേട്ടോ. ഇമാം കിസായിയുടെ ചരിച്ചുകൊണ്ടുള്ള വേറൊരു രീതി സൂറത്ത് ദുഹ എടുത്തു നോക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വദ്ദുഹി വല്ലൈലി ഇദാ സജാ വല്ലൈലി ഇദാ സജി മാ വദ്ദഅക റബ്ബുക വമാ ഖലി. ഇമാം കിസായിയുടെ ഖിറാഅത്ത് പ്രകാരം ഇവിടെ, അതായത് അലിഫുൽ മഖ്സൂറയാണെങ്കിൽ അവിടെ ചരിക്കണമെന്നാണ്. ഇമാം ഹംസക്കും അങ്ങനെയുണ്ട്. പക്ഷേ സജ എന്ന വാക്കിൽ ഇമാം കിസായി മാത്രമാണ് ചരിക്കുന്നത്. അപ്പോൾ എന്ത് മനസ്സിലായി? ഇത് ബുദ്ധിക്കനുസരിച്ച് ഇങ്ങനെ പാരായണം ചെയ്യലാണ്. അപ്പോൾ ഇമാം ഹഫ്സിൻ്റെ റിവായത്തിൽ തന്നെ ഇമാം ഹഫ്സ് മാത്രം ഓതുന്ന റിവായത്തുകളുണ്ട്. ഇപ്പം നമുക്കറിയാം തജ്വീദ് നിയമത്തിൽ അറിയപ്പെട്ട ഒരു നിയമമാണ് സക്ത്. സക്ത് എന്ന് പറഞ്ഞാൽ ശ്വാസം പുറത്ത് വിടാതെ അല്പനേരം നിർത്തുക, വിരമിക്കുക.
ഉദാഹരണത്തിന് قالوا يا ويلنا من بعثنا من مرقدنا هذا ما وعد الرحمن. മർക്കദിന ഹാദ കൂട്ടി വായിക്കുമ്പോൾ എന്ത് വേണം? ശക്തി വേണം. അവിടെ മർക്കദിന ഹാദ എന്ന് വായിക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്? ഇത് നമ്മുടെ റിവായത്താണ്. ഈ നമ്മുടെ റിവായത്ത് നമ്മൾ ഓതുമ്പോൾ ഇങ്ങനെ നിയമങ്ങൾ പാലിക്കുന്നുണ്ടോ എന്നും കൂടിയും ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഇന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സൂറത്തുൽ കഹ്ഫ് എല്ലാവരും വെള്ളിയാഴ്ചയിലും വായിക്കുന്നതാണ്. അപ്പം വലം യജഅല്ലഹു ഇവജ എന്ന് വായിച്ചിട്ട് ഖയ്യിമൻ കൂട്ടി വായിക്കുകയാണെങ്കിൽ ഇവജ ഖയ്യിമൻ ലിയുൻദിർ, ഇവജ എന്ന് കൂട്ടി വായിക്കുകയാണെങ്കിൽ എന്ത് വേണം? ശ്വാസം വിടാതെ അല്പം നിർത്തണം. ഇവജ ഖയ്യിമൻ ലിയുൻദിർ. ഇതിപ്പം നമ്മൾ കൂട്ടി വായിക്കുന്ന അവസ്ഥ ഇപ്പോൾ സൂറത്തുൽ കഹ്ഫിൽ അപൂർവമായിരിക്കും. പക്ഷേ കൂട്ടി വായിക്കേണ്ട ചില ഘട്ടങ്ങളുണ്ട്. ഉദാഹരണം വഖീല മൻ റാഖ, അവിടെ എന്താണ്? നിർബന്ധമായും ശക്തി വേണം. വഖീല മൻ റാഖ, ഇത് ഇമാം ഹഫ്സിന്റെ റിവായത്തിൽ മാത്രമാണുള്ളത്. അതേപോലെ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം, അവിടെ ബൽ എന്ന വാക്ക് നിർത്തുമ്പോൾ എങ്ങനെ ഓതേണ്ടത്? ശ്വാസം വിടാതെ അല്പനേരം നിർത്തും, വിരമിക്കും. കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം. സഹോദരന്മാരെ, ഇവിടൊക്കെ നാം മനസ്സിലാക്കേണ്ടത് ഖുർആൻ പാരായണം ചെയ്യുന്നതിനും എന്ത് കൃത്യമായ നിയമങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ നിയമങ്ങൾ ഈ പരമ്പരകളിലൂടെ നമുക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ സൂറത്ത് അൽ മസദ് വായിക്കുമ്പോൾ തബ്ബത് യദാ അബീ ലഹ്ബിൻ വതബ്ബ് മാ അഗ്നാ അൻഹു മാലുഹു വമാ കസബ്. ലഹബിൻ എന്നാണ് നമ്മുടെ ഖിറാഅത്ത്. ഇബ്നു കസീറിന്റെ ഖിറാഅത്ത് പ്രകാരം ഹാഇന് സുക്കൂനാണ്. മാ അഗ്നാ അൻഹു, നമ്മളവിടെ നമ്മുടെ നിയമപ്രകാരം അൻഹു നീട്ടാൻ പാടില്ല. ഇബ്നു കസീറിന്റെ ഖിറാഅത്ത് പ്രകാരം നീട്ടണം. ശേഷം അതിന് മുമ്പ് സുക്കൂനും ശേഷം ഹറക്കത്തുമാണെങ്കിൽ നീട്ടണമെന്നാണ്. അതിൽ ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരം ഒരു ആയത്തിൽ മാത്രമാണ് ഇബ്നു കസീറിനോട് യോജിക്കുന്നത്. അത് ആർക്കാ പറയാൻ പറ്റുക? നിങ്ങൾ പലപ്പോഴും പാരായണം ചെയ്യുമ്പോൾ അത് പാലിക്കാറുണ്ടാവും. പക്ഷേ ഇപ്പോൾ ചോദിക്കുമ്പം ഓർമ്മിക്കണമെന്നില്ല. എന്താണ്? വയഖ്ലുദ് ഫീഹി മുഹാന, സൂറത്തുൽ ഫുർഖാൻ ആയത്താണ്. അപ്പോൾ അവിടെ ഫീഹി എന്ന് വായിക്കുമ്പോൾ ഫീഹി എന്ന് പറയാൻ പാടില്ല, ഫീഹി മുഹാന. അത് ഇബ്നു കസീറിനോട് യോജിച്ചുകൊണ്ട് ഇമാം ഹഫ്സ് പാരായണം ചെയ്തതാണ്. ഇതിൽ വേറൊരു അത്ഭുതം കൂടി പറഞ്ഞ് ഈ ഒരു വിഷയം നിർത്തുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ അത്യാവശ്യമാണെങ്കിൽ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. അതായത് ഇപ്പോൾ ലോക മുസ്ലിമീങ്ങൾ ഈ വ്യത്യസ്ത ഖിറാഅത്തുകൾ പഠിക്കാൻ ഉപയോഗപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട റഫറൻസ് ഉണ്ട്. അതെന്താണ്? മഹാനായ ഇമാം ഷാതിബി, അൽ ഖാസിം ഇബ്നു ഫീറുഹ് അഷ്ശാതിബി റഹ്മഹുല്ലാഹ്, ഹിജ്റ 590 മരണപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം ചുട്ടപ്പെടുത്തിയ കവിതയാണ് ഇന്ന് ലോക മുസ്ലിമീങ്ങൾ, ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവരൊക്കെ വ്യത്യസ്ത ഖുർആൻ പാരായണങ്ങൾ പഠിക്കുവാനും പഠിപ്പിക്കുവാനും വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന കവിത. 1173 വരികളുണ്ട്. അതിൽ ഖുർആൻ പാരായണ വ്യത്യാസങ്ങൾ അത്ഭുതകരമായി വളരെ മനോഹരമായ ഭാഷയിൽ അദ്ദേഹം ഉൾക്കൊള്ളിച്ചു. ഈ ഇമാം ഷാതിബി ജനിക്കുമ്പം അന്ധനായി ജനിച്ചത്. അന്ധനായി ജനിച്ച ഇമാം ഷാതിബിക്ക് എങ്ങനെയാണ് ഈ വ്യത്യാസങ്ങളൊക്കെ എങ്ങനെ സങ്കല്പിക്കാനും, അതായത് ഖുർആൻ പാരായണം കേട്ടു, പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഒരു കവിതയിൽ ചിട്ടപ്പെടുത്താൻ സാധിച്ചു? ഈ ഇമാം ഷാതിബി തന്നെ അത്ഭുതം എന്ന് പറയട്ടെ, അതായത് വിശുദ്ധ ഖുർആനിൻ്റെ ലിപിശാസ്ത്രത്തിലെ അറിയപ്പെട്ട ഒരു വിസ്മയമാണ് നമ്മുടെ ഈ അറിവിൻ്റെ ലോകത്ത്. ഇമാം ഷാതിബി എഴുതിയ അഖീലത്തു അത്റാബിൽ ഖസായിദ് എന്ന ഗ്രന്ഥം ലിപിശാസ്ത്രത്തിലെ അറിയപ്പെട്ട ഗ്രന്ഥമാണ്. നമ്മൾ ഇപ്പം മദീനത്തിൽ അച്ചടിക്കപ്പെട്ട മുസ്ഹഫ് ഉണ്ടല്ലോ, ആ മുസ്ഹഫ് ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടുകൂടി പണ്ഡിതന്മാർ പരിശോധിച്ചിട്ട് എഴുതിയതാണ്. അത് എഴുതിയ ആൾ
ഉസ്മാൻ താഹയാണെങ്കിലും പണ്ഡിതന്മാരുടെ ശക്തമായ പരിശോധന ഇതിന് പിന്നിലുണ്ട്. അവർ അവലംബിച്ച പ്രധാനപ്പെട്ട ഗ്രന്ഥമാണ് അതിന് ലിപിശാസ്ത്രം പരിശോധിക്കുവാൻ വേണ്ടി ഇമാം ഷാത്വിയുടെ അഖീല. അന്ധനായി ജനിച്ച് വളർന്ന ഇമാം ഷാത്വിക്ക് എങ്ങനെയാണ് വിശുദ്ധ ഖുർആനിലെ ലിപി അത് അദ്ദേഹത്തിന് അങ്ങനെ ആ ഒരു വിഷയത്തിൽ ഒരു ഗ്രന്ഥം ഒരു കവിത രൂപത്തിൽ എഴുതാൻ സാധിച്ചു. അപ്പോൾ ഇത് വിശുദ്ധ ഖുർആൻ അള്ളാഹു സംരക്ഷിക്കുമെന്ന് ഉറപ്പിച്ച് തറപ്പിച്ച് പറഞ്ഞല്ലോ. എന്താണ്? ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിദൂൻ. വഇന്നാ എന്താണത്? നിശ്ചയമായും നാം ലഹാഫിദൂൻ എന്ന് പറഞ്ഞാൽ ഉറപ്പായും സംരക്ഷിക്കും. അത് അള്ളാഹുവിൻ്റെ എന്താണ് വാഗ്ദാനമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും. നമ്മുടെ ഈമാൻ വർദ്ധിക്കും, നമുക്ക് ഖുർആനുമായിട്ടുള്ള താല്പര്യം കൂടും, ഖുർആനുമായിട്ടുള്ള കൂടുതൽ അടുക്കാനുള്ള ഒരു പ്രചോദനമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ ആഴത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തെ അനുസരിച്ച് പ്രവർത്തിക്കുവാനും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാഹി വ ഖാസത്തുഹു എന്ന വിഭാഗക്കാരിൽ നമ്മെ എല്ലാവരും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. ഇവിടെ ഒരു ചോദ്യം വന്നത്, അതായത് 10 ഖിറാഅത്തുകൾ എന്നും കേൾക്കാറുണ്ട്. നാം ആദ്യം പ്രയോഗിച്ച പ്രയോഗം എന്താണ്? അൽ അഹ്റുഫു സബ്ആൻ. അതായത് 7 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ 7 വ്യത്യസ്ത രീതികളാണ്. ഒരു വാക്കിൽ 7 രീതികൾക്കപ്പുറം ഉണ്ടാകുകയില്ല. ഇപ്പം മാലിക്കിൻ്റെ വിഷയത്തിൽ എന്ത് പറഞ്ഞു? മാലിക്ക് മലിക്ക്. അതേപോലെ നമ്മുടെ പാരായണമാണ് സ്വാദ് കൊണ്ട് അല്ലേ. ഇമാം ഇബ്നു കസീറിൻ്റെ, ഇമാം ഖുംബുളിൻ്റെ റിവായത്ത് പ്രകാരം, റുവൈസിൻ്റെ റിവായത്ത് പ്രകാരം സീന് കൊണ്ടാണ്. അതേപോലെ ഇമാം ഹംസയുടെ ഖിറാഅത്ത് പ്രകാരം അപ്പം 7 ഹർഫുകൾ എന്ന് പറഞ്ഞാൽ വാക്കുകളിലുള്ള 7 വ്യത്യസ്ത രീതികൾ. ഇത് പണ്ഡിതന്മാർ തലമുറകളോളം ശരിക്കും പഠിച്ചെടുത്തു. അത് മറ്റുള്ള വിദ്യാർത്ഥികൾക്ക് അത് കൈമാറി. അങ്ങനെ താബിഈങ്ങളുടെയും അത്ബാഉ താബിഈങ്ങളുടെയും കാലഘട്ടത്തിൽ ഖുർആൻ പാരായണ ശാസ്ത്രത്തിൽ ഏറ്റവും പ്രസിദ്ധരായ പണ്ഡിതന്മാരുടെ എണ്ണം എത്രയാണ്? 10. അപ്പോൾ ഈ 10 പണ്ഡിതന്മാരിലേക്ക് ചേർക്കപ്പെട്ടതാണ് 10 ഖിറാഅത്തുകൾ. അതെന്താണ്? അത് ഈ 7 ഹർഫുകളാണത്. ഇനിയിപ്പോൾ നമ്മൾ സങ്കല്പിക്കുക, ആ കാലം അറിയപ്പെട്ട പണ്ഡിതന്മാർ 15 വിചാരിച്ചു. ഈ 7 ഹർഫുകളും പഠിച്ച പണ്ഡിതന്മാരുടെ എണ്ണം 15 ആണെങ്കിൽ 15 ഖിറാഅത്തുകൾ എന്ന് ആ പണ്ഡിതന്മാരിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതെന്താണ്? ആ ഒരു ശാസ്ത്രീയ പ്രയോഗം മാത്രമാണ്, അഥവാ ഒരു സാങ്കേതിക പ്രയോഗം മാത്രമാണ്. ശരിക്കും ഹദീസ് എന്താണ്? അൽ അഹ്റുഫു സബ്അ. അപ്പോൾ ഖുർആനിക വചനങ്ങൾ പാരായണം ചെയ്യാനുള്ള 7 രീതികൾ, ആ 7 രീതികൾക്കപ്പുറം ഉണ്ടാകുകയില്ല. നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകൾ ഉയർത്തിക്കളഞ്ഞിട്ടുണ്ട്. അഥവാ അതിൻ്റെ ഒരു പക്ഷേ അതിൻ്റെ പാരായണം മാത്രമായിരിക്കും ഉയർത്തിക്കളഞ്ഞത്, അതിൻ്റെ നിയമം അവശേഷിക്കുന്നുണ്ടാവും. സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ടു വന്നതാണ് ഖുർആനിൽ റജ്മിൻ്റെ ആയത്തുണ്ടായിരുന്നു. റജ്മിൻ്റെ ആയത്തുണ്ടായിരുന്നു. എന്താർത്ഥം? അതായത് വിവാഹം കഴിച്ച, അത് പുരുഷനാകട്ടെ സ്ത്രീയാകട്ടെ, വ്യഭിചരിച്ചാൽ ഇസ്ലാമിക ഹുക്ം വിധി പ്രകാരം എന്താണ്? എറിഞ്ഞ് കൊല്ലണമെന്നാണ്. അപ്പോൾ ഈ ഒരു ശിക്ഷ നടപടിയുടെ ആയത്ത് വിശുദ്ധ ഖുർആനിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ആ ആയത്തിനെ അള്ളാഹു ഉയർത്തിക്കളഞ്ഞു. പക്ഷേ അതിൻ്റെ നിയമം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതെന്താണ്? സഹീഹായ ഹദീസുകളിൽ വന്നതാണ്.
അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആയത്തുകളിൽ കർശനമായ നിയമം കൊണ്ടുവരും. പിന്നീട് അല്പം ശേഷം അള്ളാഹു അതിനെ ലഘൂകരിച്ച് അതിനൊരു ഇളവ് നൽകിക്കൊണ്ട് അള്ളാഹു വിശുദ്ധ ഖുർആൻ ആയത്തിറക്കും. അപ്പോൾ ഈ നാസിഖ് മൻസൂഖ് എന്ന് പറഞ്ഞാൽ ആദ്യം അവതരിക്കപ്പെട്ട നിയമത്തെ ഉയർത്തിക്കളഞ്ഞ് എടുത്തു കളഞ്ഞ് പുതിയ ആയത്ത് അള്ളാഹു അവതരിപ്പിക്കും. അതിനുള്ള തെളിവെന്താണ്? സൂറത്തുൽ ബഖറയിലെ ആയത്താണ്, മാ നൻസഖ് മിൻ ആയത്തിൻ ഔ നുൻസിഹാ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ. അതായത് നാം ഏതൊരു ആയത്തിനെയും ഉയർത്തിക്കളഞ്ഞാൽ അല്ലെങ്കിൽ മറപ്പിച്ചു കളഞ്ഞാൽ നഅതി ബിഖൈരിൻ മിൻഹാ ഔ മിസ്ലിഹാ, അതായത് അതിനേക്കാൾ ഖൈറായ ആയത്തോ തുല്യമായ ആയത്തോ പകരമായി കൊണ്ടുവരുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമാക്കിയതാണ് വ്രതം. യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. അയ്യാമൻ മഅദൂദാത്ത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ മാത്രമാണ്. എണ്ണപ്പെട്ട ദിനങ്ങളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കിയത്. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുത്താൽ ആ നിർബന്ധ ബാധ്യത തീർന്നു, നിറവേറ്റി. ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ നിർബന്ധമാക്കപ്പെട്ട നോമ്പ് എങ്ങനെയായിരുന്നു? ഒരു മാസത്തിൽ 3 ദിവസം നോമ്പെടുക്കുക. അതേപോലെ ആശൂറ ദിവസം നിർബന്ധമായിരുന്നു, അതായത് മുഹറം 10. ഈ നിയമങ്ങളൊക്കെ അള്ളാഹു എടുത്തു കളഞ്ഞു. ഏതായത്ത് കൊണ്ട്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. അതിനുശേഷം എന്താണ്? ഫമൻ ഷഹിദ മിൻകുമുശ് ശഹ്റ ഫൽയസും. അതായത് വല്ലവനും മാസം കണ്ടാൽ സാക്ഷിയായാൽ നിർബന്ധമായും അവൻ നോമ്പെടുക്കണം. റമദാൻ മാസത്തിലെ നോമ്പ് പിന്നീട് അവതരിച്ചതാണ്. ഇവിടെ എവിടെയാണ് നാസിഖ് എന്ന് പറഞ്ഞാൽ ഉയർത്തിക്കളഞ്ഞ ആയത്ത് ഏതാണ്? ഈ രണ്ടാമതായി അവതരിച്ച ആയത്ത്. ഉയർത്തപ്പെട്ടത് ഏതാണ്? ആദ്യത്തെ ആയത്തുകളാണ്. അയ്യാമൻ മഅദൂദാത്ത്, അതാ എണ്ണപ്പെട്ട ദിനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണാൻ പറ്റുന്ന ദിനങ്ങൾ, കുറഞ്ഞ ദിനങ്ങൾ. അതെന്താണ്? അതായത് 13, 14, 15 ആശൂറ ഇങ്ങനെ നോമ്പുകളൊക്കെ നിർബന്ധമായിരുന്നു. നിങ്ങൾ ഇബ്നു കസീറിൻ്റെ തഫ്സീർ പരിശോധിച്ച് കഴിഞ്ഞാൽ കൃത്യമായി ഇബ്നു കസീർ ഈ കാര്യം വിശദീകരിക്കുന്നുണ്ട്. ഇത് ഇസ്ലാമിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ അവതീർണമായതാണ്. അപ്പം ഇങ്ങനെയുള്ള നിയമത്തിനാണ് നാസിഖ് മൻസൂഖ് എന്ന് പറയുന്നത്. അന്നസ്ഖു ഫിൽ ഖുർആൻ. അതിനുള്ള കൃത്യമായ തെളിവിന് അള്ളാഹു തന്നെ പറയുന്നുണ്ട്. ചില സന്ദർഭോചിതമായിട്ട് അള്ളാഹു ചില ആയത്തുകളെ ഉയർത്തിക്കളയും, അതിന് പകരമായി അള്ളാഹു വേറെ ആയത്ത് ഇറക്കും. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ച് അള്ളാഹു തന്നെ ഇടപെട്ടുകൊണ്ട് തന്നെ ഇറക്കുകയും ഉയർത്തുകയും ചെയ്യുന്നതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിനൊക്കെ കൃത്യമായ പ്രമാണങ്ങളുണ്ട്, ഹദീസുകളുണ്ട്. അതനുസരിച്ച് അല്ലെങ്കിൽ തോന്നിയ ആൾക്ക് എന്താണ് ഇത് നാസിഖാൻ മൻസൂഖാൻ എന്ന് പറയാനുള്ള അധികാരമില്ല. മനസ്സിലായല്ലോ? ഇതാണ് ഇതിനെക്കുറിച്ച് ഒരു ചെറിയ ഒരു വിവരണം. വിശദമായി പഠിക്കണമെങ്കിൽ ഉലൂമുൽ ഖുർആനിൽ തന്നെ ശരിക്കും സ്വതന്ത്രമായ ഒരു അധ്യായമാണ് അന്നാസിഖ് വൽ മൻസൂഖ്. എത്രയോ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിൽ അറിയപ്പെട്ടൊരു ഗ്രന്ഥമാണ് മഹാനായ ഇമാം ഇബ്നുൽ ജൗസിയുടെ നവാസിഖുൽ ഖുർആൻ എന്ന പേര് അറിയപ്പെട്ട ഗ്രന്ഥം, നവാസിഖുൽ ഖുർആൻ. ആ ഗ്രന്ഥം പരിശോധിച്ചത് നമ്മുടെ ഗുരുനാഥൻ ഡോക്ടർ അഷ്റഫ് മൗലവിയാണ്. അദ്ദേഹം ജാമിഅ ഇസ്ലാമിയയിലെ അവിടുത്തെ MA തീസിസായിരുന്നു ഈ ഒരു ഗ്രന്ഥം. ഇപ്പോഴും ജാമിഅ പുറത്തിറക്കിയ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു ഗ്രന്ഥം ഉൾപ്പെടുന്നുണ്ട്, ഇബ്നുൽ ജൗസിയുടെ നവാസിഖുൽ ഖുർആൻ. അതേപോലെ എത്രയോ ഗ്രന്ഥങ്ങൾ ഈ വിഷയത്തിൽ അച്ചടിക്കപ്പെട്ടിട്ടുണ്ട്. ഇബ്നുൽ അറബിക്ക് ഗ്രന്ഥമുണ്ട്. അതേപോലെ തന്നെ ഇമാം ഖതാദയുടെ ഗ്രന്ഥമാണ് ഈ വിഷയത്തിൽ ആദ്യത്തെ ഗ്രന്ഥം. അതായത് ഹിജ്റ 110 മരണപ്പെട്ട താബിഈ പണ്ഡിതനാണ് ഖതാദ. അതെ, ബഹുഭൂരിപക്ഷം
മുസ്ലിമീങ്ങളും ഉപയോഗപ്പെടുത്തുന്നത് ഇമാം ഹഫ്സിൻ്റെ റിവായത്ത് പ്രകാരമാണ്. അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു സൂചിപ്പിച്ചിരുന്നു. അതിൻ്റെ എളുപ്പമാണ്. ഇപ്പം നമ്മളൊക്കെ ഇപ്പോൾ ഖുർആൻ ഓതുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഉള്ള റിവായത്ത് തന്നെ നമുക്ക് പാരായണം ചെയ്യാൻ പ്രയാസമായിട്ട് തോന്നും. അപ്പോൾ പിന്നെ ഓരോ വിഷയത്തിലും കടുപ്പമുള്ള നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇപ്പോൾ ഇന്നല്ലദീന കഫറൂ സവാഉൻ വർഷിൻ്റെ ഹംസയുടെ ഖിറാഅത്ത് പ്രകാരം 6 നീട്ടണമെന്ന് 6 വർഷിൻ്റെ ഓത്ത് പ്രകാരം സവാഉൻ 6 നീട്ടിയിട്ട് പിന്നെ അലൈഹിമൂ പിന്നെയും ആദർതഹുമൂ അം ലം തുൻദിർഹും ലാ യൂമിനൂൻ. ഇതൊരു ഉദാഹരണം മാത്രമാണ്. അപ്പോൾ ഇതിൽ ഈ ഹംസകൾ വരുമ്പോൾ തസ്ഹീലും ഇദ്ഖാലും എന്നൊക്കെ പറഞ്ഞിട്ട് നഖ്ല് പറഞ്ഞിട്ട് ധാരാളം നിയമങ്ങളുണ്ട്. അപ്പോൾ ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ എന്നതിന് പകരം ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ. ബഹുഭൂരിപക്ഷം മുസ്ലിമുകൾ ഉപയോഗപ്പെടുത്തുന്നത് ഇമാം ഹഫ്സിൻ്റെ റിവായത്താണ്. നമ്മുടെ ഇവിടെ സൗദി അറേബ്യയിൽ, GCC കൺട്രികളിൽ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്ത്, പാകിസ്ഥാനിൽ. എന്നാൽ ചില ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ ലിബിയക്കാർ ഉപയോഗപ്പെടുത്തുന്ന ഇമാം ഖാലൂനിൻ്റെ റിവായത്താണ്. ഇമാം ഖാലൂന് ആരെന്നാ പഠിച്ചത്? ഇമാം നാഫിഇ അൽ മദനിയുടെ ഖിറാഅത്താണ് അവലംബിക്കുന്നത്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ ചോദിക്കപ്പെട്ടു, അയ്യുൽ ഖിറാഅത്തി അഹബ്ബു ഇലൈക്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഖിറാഅത്ത് ഏതാണ്? എന്ത് പറഞ്ഞു? നാഫിഇൻ്റെ ഖിറാഅത്ത്. പിന്നെ ആരുടേത്? ആസിമിൻ്റെ ഖിറാഅത്താണ്. നമ്മുടെ റിവായത്ത് ഹഫ്സിൻ്റെ ഉസ്താദാരാണ്, ആസിമാണ്. അതേപോലെ തന്നെ മൊറോക്കയിലും അതേപോലെ തുനീസിയയിലുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന റിവായത്ത് ഇമാം വർഷിൻ്റെ റിവായത്താണ്. അവർ കുട്ടികളും മുതിർന്നവരൊക്കെ, ഇപ്പം നമ്മൾ പ്രയാസം എന്ന് പറയുന്നത് അവർക്ക് എളുപ്പമാണ്, അവർക്ക് പ്രയാസം നമ്മുടെ റിവായത്താണ്. അപ്പോൾ ഈ വിവരമില്ലാത്ത യുക്തിവാദികളും മിഷണറിമാരും പോയിട്ട് അവർ പറയാണ്, കണ്ടോ ഖുർആനിൽ എന്തുണ്ട് വ്യത്യാസങ്ങളുണ്ട്. അത് ശരിക്ക് മുസ്ലിമീങ്ങൾക്കിടയിൽ നടക്കൂല. കാരണം എന്താണ്? ഈ റിവായത്തുകളും ഖിറാഅത്തുകൾക്കൊക്കെ കൃത്യമായ പരമ്പരയുണ്ട്. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ ഉള്ളവന് ഒരു ചെറിയ വിദ്യാർത്ഥിയാണ് ഈ വിഷയത്തിൽ. 10 ഖിറാഅത്തിലും പരമ്പരകളുണ്ട്. അപ്പോൾ ഇത് അറബി രാജ്യങ്ങളിൽ സർവ്വസാധാരണയാണ്. ഖിറാഅത്തിൽ വ്യത്യസ്ത ഖിറാഅത്തുകളിൽ പരമ്പര എടുക്കുക. ഈ പരമ്പര എടുക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെറുതെ ഒരു പരമ്പര കൊടുക്കുകയല്ല, മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തിക്കുന്ന പരമ്പര കൃത്യമായി ഷെയ്ഖിന് ഈ 10 ഖിറാഅത്തുകൾ പ്രകാരം ഖുർആൻ മനഃപ്പാഠമാക്കി പാരായണം ചെയ്തു കൊടുത്താൽ ആ ഷെയ്ഖ് നൽകുന്ന ഒരു സർട്ടിഫിക്കറ്റാണത്. അപ്പോൾ നമ്മുടെ വിശുദ്ധ ഖുർആൻ നമുക്ക് അഭിമാനിക്കാൻ പറ്റുന്നതാണ്. ഇന്ന് വരെ ആ പരമ്പരകൾ മുസ്ലിമീങ്ങൾ സൂക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഈജിപ്തിനും അതേപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ കൂടുതലായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. സൗദി അറേബ്യയിൽ തന്നെ ഏറ്റവും കുറഞ്ഞത് 6 ഇവിടുത്തെ ജാമിഅകളിൽ, സർവകലാശാലകളിൽ ഈ ഖിറാഅത്ത് ശാസ്ത്രത്തിന് ഡിഗ്രി കൊടുക്കുന്നുണ്ട്, PG കൊടുക്കുന്നുണ്ട്, PhD കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ജാമിഅ ഇസ്ലാമിയ, അതേപോലെ തായിഫ് യൂണിവേഴ്സിറ്റി, മദീന തൈബ യൂണിവേഴ്സിറ്റി, ഖസീം യൂണിവേഴ്സിറ്റി, മക്ക ഉമ്മുൽ ഖുറ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഖിറാഅത്ത്, ഖുർആൻ ഈ 10 ഖിറാഅത്തുകൾ ഡിഗ്രി, PG, PhD. അപ്പോൾ ഇത് സുബ്ഹാനല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ ഒരു സൂക്ഷിക്കുന്നതിൻ്റെ വേറൊരു ഉദാഹരണമാണിത്. ഈ വിഷയത്തിൽ ധാരാളം തിസീസുകൾ, പരമ്പരകളെക്കുറിച്ചുള്ള വിശദമായ ചർച്ചകൾ, റാവിമാരെക്കുറിച്ച്, വ്യത്യാസങ്ങൾ, അർത്ഥവ്യത്യാസങ്ങൾ, വൈവിധ്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ഈ ഭാഷാ ചർച്ചകൾ, ഇതൊക്കെ ശരിക്ക് വലിയ അത്ഭുതം തന്നെയാണ്. അപ്പോൾ ഈ വ്യത്യാസങ്ങൾ പല നാടുകളിലും വ്യത്യാസപ്പെടുന്നുണ്ട്. പക്ഷെ ബഹുഭൂരിപക്ഷം ഉപയോഗപ്പെടുത്തുന്നത് ഇമാം ഹഫ്സിൻ്റെ റിവായത്താണ്. അതിനും എത്രയോ പഴക്കമുണ്ട്. ഇമാം ഹഫ്സിൻ്റെ റിവായത്താണ്. അത്ബാഉ താബിഈങ്ങളുടെ കാലഘട്ടത്തിൽ ജീവിച്ച പണ്ഡിതനാണ് ഇമാം ഹഫ്സ്. സമയം